ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റി ടോസ്റ്റി ലൈഫ്. ഇന്ന് ഞാൻ പോണത് എൻ്റെ വീട് കാണാനായിട്ടാണ് പോണത്. ഇപ്പം നമ്മുടെ അല്ല, നമ്മൾ ഫ്യൂ ഇയേഴ്സ് ബാക്ക് അത് നമ്മൾ വിറ്റു. പക്ഷേ ഈ സ്ഥലവും ഇവിടുത്തെ എൻ്റെ കുറേ മെമ്മറീസ് ഉണ്ട്. ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ വീടെടുത്ത് നമ്മളിവിടെ താമസിക്കാൻ വന്നത്. പിന്നെ 24 ഇയേഴ്സ് വരെ അവിടെ തന്നെയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞാണ് മാരേജ് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നത്. സോ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഈ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഇത്ര നാളായിട്ടും ആ ഒരു എന്താ പറയുക, ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതും മാറിയിട്ടില്ല. ആൻഡ് കുറേ ആയി, 7+ ഇയേഴ്സായി എനിക്ക് വന്നിട്ട്. അപ്പോൾ എന്തായാലും വന്നപ്പോൾ ആദ്യം ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് അമ്മയില്ലാത്തതുകൊണ്ട് വന്ന് കാണണോ, ആ ഒരു ഇമോഷണൽ ഇതിങ്ങനെ വരും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കാണാം, ബിക്കോസ് വന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ അതെനിക്കൊരു റിഗ്രറ്റ് ആവും, അയ്യോ കാണായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ അവിടെ വേറൊരു ഗുജറാത്തി ഫാമിലിയാണ് താമസിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ഒരു പാർട്ടായിട്ടാണ്, കുറേ ഫ്ലാറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും അടുത്ത് തന്നെയായിരുന്നു. നമ്മളിങ്ങനെ രാത്രി എന്താ പറയുക, ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അവരും ചിലവരെ പുറത്ത് കാണും, ചിലപ്പോൾ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കും സമ്മർ സീസണൊക്കെ ആണെങ്കിൽ. അങ്ങനെ ചെറിയ ചെറിയ കുറേ മെമ്മറീസ് ഉണ്ട് ഇവിടെ. വലിയ മാറ്റമൊന്നുമില്ല, പണ്ടത്തെ അതേപോലെ തന്നെയൊക്കെയാണ്. ഇതേപോലെ തന്നെയായിരുന്നു മുമ്പ്. രണ്ട് സൈഡിലും മാർക്കറ്റ്, തുണിയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ മാർക്കറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മുടെ വീട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നടക്കേണ്ട വാക്ക് വേ ഉണ്ട്, അപ്പം അതിലൂടെ ഒക്കെ ആയിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഉള്ളിൽ കയറുമ്പം ചിലതൊക്കെ ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ടിൽ കണ്ട ഇതൊക്കെ, ആ എക്സ്റ്റൻഷനൊക്കെ പിന്നെ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് വന്ന ഈ ലാസ്റ്റ് 10 ഇയേഴ്സിലുള്ള മാറ്റങ്ങളൊക്കെയാണ്. പിന്നെ താഴത്തുള്ളവരൊക്കെ, ഇത് 3 നില വരെയാണുള്ളത്. അപ്പോൾ താഴത്തെ ആൾക്കാർ ചിലവരൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ താമസിച്ചിരുന്ന സമയത്ത് കുറേ ഓണേഴ്സൊക്കെ, ഫസ്റ്റ് ഓണേഴ്സൊക്കെ കുറേ പേര് പോയി. അറിയുന്നവരും വളരെ കുറവേ ഉള്ളൂ അവിടെ. കാണുന്നതായിരുന്നു എൻ്റെ വീട്. ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നും കൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ള ഇതെന്ന് വെച്ചാൽ, നമ്മൾ നിൽക്കുമ്പോൾ ആ ബാൽക്കണിയിൽ ആ ഗ്രില്ലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട്, അച്ഛൻ ഓഫീസിൽ പോവുകയാണെങ്കിലും ഞാൻ സ്കൂളിലും കോളേജിലും പോവുകയാണെങ്കിലും അമ്മ അവിടെ നിന്ന് ബായ് പറയണതും തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോഴും മനസ്സിലിങ്ങനെ ഉണ്ട്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.